അയ്യപ്പ സംഗമം സർക്കാരാണോ നടത്തുന്നത്? സാങ്കേതികമായി പറഞ്ഞാൽ ഈ ചോദ്യത്തിന് ഉത്തരം സർക്കാരല്ല, ദേവസ്വം ബോർഡാണ് എന്നാണ്. പക്ഷേ അദൃശ്യ ശക്തിയായല്ല, പ്രത്യക്ഷത്തിൽ തന്നെ ഇവിടെ സർക്കാർ മുന്നിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടകൻ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ വിളിക്കാൻ മന്ത്രി VN വാസവനാണ് തമിഴ്നാട്ടിലേക്ക് പോയത്. സർക്കാരിന്റെ ഈ വർഷത്തെ മുഖ്യ പരിപാടികളിൽ ഒന്നായാണ് അയ്യപ്പ സംഗമത്തെ കണക്കാക്കുന്നത്. പ്രവാസി സംഗമവും നിക്ഷേപക സംഗമവും ഒക്കെ പ്രധാനപ്പെട്ട വിഷയമായാണ് സർക്കാർ നടത്തിയത്. അതുപോലെ തന്നെയാണ് അയ്യപ്പ സംഗമത്തെയും ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സംഗമത്തെ എതിർത്ത് BJP രംഗത്തെത്തിയതോടെ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറി. പക്ഷേ ഇത്തവണ BJPക്കൊപ്പമല്ല നായർ സർവീസ് സൊസൈറ്റി എന്ന NSS. അവർ അയ്യപ്പ സംഗമത്തെ പൂർണ്ണമായും പിന്തുണച്ചിരിക്കുകയാണ്. വിശ്വാസികളുടെ പിന്തുണയുണ്ടെന്ന് സർക്കാർ പറയുന്നതും ഇതുകൂടി ചൂണ്ടിക്കാണിച്ചാണ്. ആഗോള അയ്യപ്പ സംഗമം ഒരു തീർത്ഥയാത്രയല്ല. തീർത്ഥയാത്രയാണെങ്കിൽ അത് നടക്കുന്നത് മണ്ഡലകാലത്തോ മകരവിളക്ക് കാലത്തോ ആയിരിക്കണം. ഇത് ശബരിമലയുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള ആലോചനാ സദസ്സെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. അയ്യപ്പ സംഗമം, വിശ്വാസം, പിന്നെ രാഷ്ട്രീയവും. പമ്പാസരസ്തരം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടിരുന്നീടിനാൽ എന്നാണ് എഴുത്തച്ഛൻ എഴുതിയത്. ആ എഴുതിയത് കേരളത്തിലെ പമ്പയെ കുറിച്ചാണോ കർണാടകത്തിലെ പമ്പാസരസിനെ കുറിച്ചാണോ എന്ന തർക്കം അവിടെ നിൽക്കട്ടെ. ഇപ്പോ പമ്പാസരസ് അടക്കം വിസ്മയം പൂണ്ടു നിൽക്കുക തന്നെയാണ്. രാമായണം അനുസരിച്ച് ശ്രീരാമൻ സീതയെ തേടിയുള്ള യാത്രയിൽ ശബരിക്ക് മോക്ഷം നൽകി വന്നു നിൽക്കുന്നത് പമ്പയുടെ തീരത്താണ്. അവിടെ വെച്ചാണ് ഹനുമാനെ കാണുന്നതും ലങ്കയിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കമിടുന്നതും. എന്തുകൊണ്ടും ഒരു വിസ്മയ തീരമാണ് കഥകളിലെ പമ്പ. ഇപ്പോൾ പമ്പാ തീരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിലും വിസ്മയത്തിന്റെ ഒരു അംശമുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളിൽ നല്ലൊരു പങ്കും വിശ്വാസികൾ കൂടിയാണ്. ഇനി എല്ലാ ക്ഷേത്രങ്ങളിലും പോയില്ലെങ്കിലും വർഷത്തിൽ ഒരിക്കൽ ശബരിമലയിലെങ്കിലും പോകുന്നവരാണ്. അവരെ കൂടി സർക്കാരിനെ സംശയിക്കുന്ന നിലയിലേക്ക് എത്തിച്ചതാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയം. വിശ്വാസികൾക്കൊപ്പം CPIMന്റെ അനുഭാവികളും മനസ്സുകൊണ്ടെങ്കിലും ചേർന്നു എന്നൊരു പൊതുധാരണ ഉണ്ടായിരുന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ കാരണം അതാണെന്ന് പറഞ്ഞിരുന്നത് ശരിയാകണമെന്നില്ല. പിന്നാലെ 2021 തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് പിണറായി വിജയൻ സർക്കാർ തന്നെയാണ്. ലോക്സഭയിലേക്കുള്ള വിധിയെഴുത്ത് വേറിട്ടതാണെന്നു കാണിച്ച് 2024 ഫലത്തിലും LDFന് കനത്ത തിരിച്ചടിയുണ്ടായി. പക്ഷേ സർക്കാരിനും CPIMനും എതിരെ ഒരു വികാരം സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നത് വസ്തുത തന്നെയാണ്. അതിനുള്ള തിരുത്താണോ ഇപ്പോഴത്തെ ആഗോള അയ്യപ്പ സംഗമം എന്നതാണ് ചോദ്യം. അയ്യപ്പ സംഗമത്തെ അടിമുടി തള്ളുകയാണ് BJP. കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളുടെ രാഷ്ട്രീയ വിശ്വാസം നേടിയെടുക്കാൻ CPIM നടത്തുന്ന നീക്കമായാണ് അവർ ഇതിനെ കാണുന്നത്. BJP കേരളത്തിൽ സ്വാധീനം തെളിയിച്ചത് 2 ശബരിമല പ്രക്ഷോഭങ്ങളിലൂടെയാണ്. അതിൽ ആദ്യത്തേത് നിലയ്ക്കൽ പ്രക്ഷോഭമായിരുന്നു. അന്ന് അതിന് നേതൃത്വം നൽകിയത് കുമ്മനം രാജശേഖരനാണ്. കേരളമെങ്ങും വിശ്വാസികളുടെ പന്തം കൊളുത്തിയുള്ള പ്രകടനങ്ങളും നിലയ്ക്കലിലേക്കുള്ള മാർച്ചും ഹർത്താലുകളും ഒക്കെയായി BJP വളർന്നത് 1984 ആ സംഭവങ്ങളിലൂടെയാണ്. RSS ഇന്നാട്ടിലുണ്ടായിരുന്നുവെങ്കിലും BJPക്ക് സ്ഥിരം സമ്മതിദായകരെ ലഭിച്ചത് നിലയ്ക്കൽ പ്രക്ഷോഭത്തിന് ശേഷമാണ്. രണ്ടാമത്തെ വളർച്ച അത് വളരെ പ്രകടമായിരുന്നു. സ്ത്രീ പ്രവേശന വിഷയത്തിലെ സമരത്തിനു ശേഷം വോട്ട് നിലയിൽ അത് നന്നായി പ്രതിഫലിച്ചു. 2021 ശക്തമായ ത്രികോണ മത്സരമുണ്ടായ 1 ഡസനിലേറെ സീറ്റുകളിൽ ശബരിമല സമരത്തിന്റെ പ്രതിഫലനമുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് അയ്യപ്പ സംഗമത്തെ ശത്രുതാ മനോഭാവത്തോടെ BJP കാണുന്നത്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ലഭിച്ച വോട്ടുകളിലേക്ക് സർക്കാർ കടന്നുകയറാൻ ശ്രമിക്കുകയാണ് എന്നാണ് ആ വിലയിരുത്തൽ. അതിന് പ്രതിഷേധമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് തമിഴ്നാട്, കർണാടക, തെലുങ്കാന സർക്കാരുകളെ മാത്രമല്ല ക്ഷണിച്ചിരിക്കുന്നത്, കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ട്. അത് സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ്. സംസ്ഥാന BJP നേതൃത്വം ഇത്ര ശക്തമായി എതിർക്കുമ്പോൾ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കുമോ എന്ന കാര്യവും കണ്ടുതന്നെ അറിയണം. അയ്യപ്പ സംഗമം വിശ്വാസി സമൂഹത്തെ നേരിട്ട് സ്പർശിക്കുന്നതല്ല എന്ന് പറയാം. കാരണം ഇതിൽ പങ്കെടുക്കുന്നവർ സാധാരണക്കാരായ വിശ്വാസികളല്ല. വിവിധ നാടുകളിൽ നിന്ന് സർക്കാർ ക്ഷണിച്ചവരും താല്പര്യപ്പെട്ടു വരുന്നവരുമാണ്. വിശ്വാസികൾ സാധാരണ സംഗമിക്കാറുള്ളത് തീർത്ഥാടനത്തിനായാണ്. സംഘടിപ്പിക്കുന്നത് ദേവസ്വം ബോർഡാണെങ്കിലും ഇതൊരു തീർത്ഥാടക സംഗമമല്ല. ഇരുമുടിക്കെട്ടേന്തി വരുന്നവരല്ല സംഗമത്തിനായി എത്തുന്നത്. അയ്യപ്പൻ എന്ന് വിളിക്കുന്നത് കറുപ്പുടുത്ത് തുളസിമാലയണിഞ്ഞ് ഇരുമുടിക്കെട്ടേന്തി എത്തുന്നവരെയാണ്.
അങ്ങനെ ഒരു തീർത്ഥയാത്രയുടെ ഇടവേളയിൽ നടക്കുന്നതല്ല ഇങ്ങനെയൊരു സംഗമം. കഴിഞ്ഞ ശബരിമല തീർത്ഥാടന കാലത്തെ അനുഭവമാണ് ഇത്തരമൊരു സംഗമം സംഘടിപ്പിക്കാൻ സർക്കാരിന് ധൈര്യം നൽകിയത്. കാരണം ഏറ്റവും പ്രശ്നരഹിതമായ ഒരു തീർത്ഥാടന കാലമായിരുന്നു അത്. ശബരിമലയുടെ നന്മയ്ക്കായുള്ള കൂട്ടായ്മ എന്ന് പറയുമ്പോഴും വിസ്തരിക്കരുതാത്ത ഒന്നുണ്ട് സർക്കാരിന്. തീർച്ചയായും ഒരു ലക്ഷ്യമുണ്ട്. ഈ സർക്കാർ വിശ്വാസികൾക്കൊപ്പമുണ്ട് എന്ന് അറിയിക്കുക കൂടിയാണ്. അങ്ങനെ പറയേണ്ടി വരുന്നത് ശബരിമല പ്രക്ഷോഭ കാലത്തുണ്ടായ തിരിച്ചടികൾ കൊണ്ടാണ്. വിശ്വാസികൾക്ക് മുന്നിൽ നിൽക്കാൻ പോലും കഴിയാതെ സാധാരണ പാർട്ടി പ്രവർത്തകർ ബുദ്ധിമുട്ടിയിരുന്ന കാലമായിരുന്നു അത്. അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വീടുകൾ തോറും കയറി ഇറങ്ങി വിശദീകരിച്ചിട്ടും തൃപ്തിയുടെ സന്ദേശം ലഭിച്ചിരുന്നില്ല. അതിനുള്ള പരിഹാരം കൂടിയാണ് ഇങ്ങനെ പ്രകടമായി തന്നെയുള്ള ഒരു അയ്യപ്പ സംഗമം. ഇന്ത്യൻ ജനാധിപത്യത്തിൽ അയ്യപ്പ സംഗമം പോലുള്ളവ സർക്കാർ നടത്തുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ഉയരാം. ഏറ്റവും മതേതരമായി പ്രവർത്തിക്കേണ്ട സർക്കാർ ഒരു വിഭാഗം വിശ്വാസികൾക്കായി സംഗമം സംഘടിപ്പിക്കുന്നത് ശരിയോ എന്നും സംശയിക്കാം. പള്ളി പൊളിച്ച സ്ഥാനത്ത് പണിത ശ്രീരാമക്ഷേത്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തൊരു രാജ്യമാണിത്. അതിനപ്പുറം ഈ വിഷയത്തിൽ കൂടുതൽ എന്ത് പറയാൻ? ശബരിമല വിശ്വാസി സംഗമത്തിന് ഹിന്ദു വിശ്വാസത്തിൽ മാത്രമല്ല സ്വാധീനമുള്ളത്. ബാവരിസ്വാമി വഴി മുസ്ലിം വിശ്വാസവുമായും കൊച്ചുതൊമ്മൻ വഴി ക്രൈസ്തവ വിശ്വാസവുമായും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വാവർ സ്വാമിയെ ശബരിമലയിൽ നിന്നും വേർപെടുത്താൻ ശ്രമം നടക്കുന്ന കാലമാണ്. വാവർ നടയിൽ കാണിക്ക ഇടരുത് എന്ന പ്രചാരണം നടക്കുന്ന സമയമാണ്. അത്തരമൊരു ഘട്ടത്തിൽ ശബരിമലയുടെ തത്വമസി സന്ദേശം അത് വ്യാപിപ്പിക്കാൻ ഉതകുന്ന ഏതു നീക്കത്തെയും സ്വാഗതം ചെയ്യണം. ഞാനും നീയും ഒന്നാണെന്ന് ഓർമ്മിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം എല്ലാ വർഷവും നടത്താവുന്നതേയുള്ളൂ. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ ഇതേ സമയം.